ഹലോ, വെൽക്കം ടു പാർസസ് ഡെലിക്കസീസ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡ്. ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മഷ്റൂം വെച്ചിട്ടൊരു മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. മഷ്റൂം സ്റ്റർ ഫ്രൈ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് വളരെ സിമ്പിളായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് മഷ്റൂം മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. മഷ്റൂം ഞാനിവിടെ ഒരു പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. സവാള 3 എണ്ണം വലുത്, പച്ചമുളക് 3 എണ്ണം, റിഫൈൻഡ് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ, ഉപ്പ് 1/4 ടീസ്പൂൺ, കറി ലീവ്സ് ആവശ്യത്തിന്. ഇത്രയുമാണ് ഇതുണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. നമുക്കിനി ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഒരു പാൻ വെച്ച് നല്ലപോലെ ചൂടാക്കുമ്പോൾ അതിലേക്ക് ഞാൻ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടാക്കുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കനം കുറച്ച് വേണം അരിയാനായിട്ട്. ഇനി ഇതിനെ നല്ലതുപോലെ വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വഴറ്റാനായിട്ട്. ഒരു 3 മിനിറ്റ് വഴണ്ടതിന് ശേഷം പച്ചമുളക് അരിഞ്ഞത് ഇട്ട് അതും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. മഷ്റൂം നല്ലതുപോലെ കഴുകി ചെറിയ പീസാക്കി അരിഞ്ഞു വച്ചിട്ടുണ്ട്. ഇനി ഇത് ഉള്ളി വഴറ്റിയതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി പാൻ തുറന്ന് നോക്കാം. ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. മഷ്റൂമും സവാളയും ഈ ഒരു പരുവമാവുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇതിലിനി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഉപ്പിട്ട് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. മഷ്റൂം മെഴുക്കുവരട്ടി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവമാവുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചൂട് മഷ്റൂം മെഴുക്കുവരട്ടി ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഈ മെഴുക്കുവരട്ടിയിൽ ഞാൻ പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എരിവ് അനുസരിച്ച് പച്ചമുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഈ മെഴുക്കുവരട്ടിയിൽ സവാളയിലേക്ക് ഒരു കാരമലൈസ് ചെയ്ത ഫ്ലേവർ ഇറങ്ങുന്നുള്ളതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണുള്ളത്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. മഷ്റൂം സ്റ്റിർ ഫ്രൈ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻസായിട്ട് അറിയുക. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് കാത്തിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.